പാലക്കാട് പട്ടാമ്പിയിൽ കോൺഗ്രസിനകത്ത് കലാപം. കെ.പി.സി.സി അംഗത്തെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ സമാന്തര കൺവെൻഷൻ വിളിച്ചു ചേർത്ത് വിമത വിഭാഗം കരുത്തു തെളിയിച്ചു. കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടിരിക്കുകയാണെന്നും മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ഒരു വിഭാഗം കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് വിമത സംഘത്തിന്റെ ആരോപണം. നേതൃത്വത്തിന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിച്ച ലീഡർ സാംസ്കാരിക വേദി എന്ന പേരിൽ പുതിയ കൂട്ടായ്മയ്ക്ക് പട്ടാമ്പിയിൽ തുടക്കം കുറിച്ചു. കെ.പി.സി.സി അംഗം ടി.പി. ഷാജിയെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് നാളുകളായി പട്ടാമ്പിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിലെ തർക്കം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ഐ ഗ്രൂപ്പിനെ ഇല്ലാതാക്കാൻ ചില കോൺഗ്രസുകാർ ശ്രമിക്കുകയെന്നാണ് വിമതരുടെ പക്ഷം. മുസ്ലിം ലീഗിനെതിരായി വിമർശനം ഉന്നയിച്ചുവെന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം കെ.പി.സി.സി അംഗം ടി.പി. ഷാജിയെ സസ്പെൻഡ് ചെയ്തത്. എന്നാൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടു നിൽക്കുകയാണെന്ന് ടി.പി. ഷാജി പറഞ്ഞു. കോൺഗ്രസിന്റെ ചില ആളുകളും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എനിക്ക് സസ്പെൻഷൻ ഉണ്ടായിട്ടുള്ളത്. സത്യസന്ധമായി പറഞ്ഞാൽ സത്യത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു ആരോപണങ്ങളാണ് എനിക്കെതിരായിട്ട് അവർ ഉന്നയിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ ഭയന്ന് എ.ഐ.സി.സിയുടെ തീരുമാനം പോലും നടപ്പിലാക്കാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല. നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ നിർജീവമായിരിക്കുന്നതെന്നും ടി.പി. ഷാജി പറഞ്ഞു. കെ.പി.സി.സി അംഗത്തെ സസ്പെൻഡ് ചെയ്തപ്പോൾ പട്ടാമ്പിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മ സ്വന്തം നിലയ്ക്ക് വിളിച്ചു ചേർത്തതാണ് വിമത നേതൃത്വത്തെ ഞെട്ടിച്ചത്. കരുണാകരൻ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ലീഡർ സാംസ്കാരിക വേദി എന്ന പേരിൽ പുതിയ കൂട്ടായ്മ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ കൺവെൻഷനിൽ അണിചേർന്നു. എന്നാൽ വിമതരുടെ വാദങ്ങൾ കോൺഗ്രസ് നേതൃത്വം തള്ളി. കോൺഗ്രസിലെ പ്രശ്നത്തിനല്ല മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ 10 അംഗങ്ങളെ അയോഗ്യത കൽപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുകയും അത് താനാണ് ചെയ്തത് എന്ന് വെല്ലുവിളിയോടുകൂടി പറയുകയും നേരിട്ട് ചെയ്തിട്ട് പിന്നെ മുസ്ലിം ലീഗ് ഇദ്ദേഹത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ടതിൽ എന്താ തെറ്റ്? സമാന്തര കൂട്ടായ്മയുമായി വിമതർ മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് വലിയ തലവേദനയാകും. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.